രാവിലത്തെ കാപ്പിക്ക് ശേഷം എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് തുണി നനയ്ക്കൽ പരിപാടിയാണ് കേട്ടോ. തനൂട്ടിനെ ഉറക്കി കിടത്തിയിട്ടാണ് തുണി നനയ്ക്കാൻ പോയതെങ്കിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് അവളങ്ങ് എണ്ണീറ്റ്. പിന്നെ അവളെ എടുത്തുകൊണ്ട് വന്ന് ഹാളിലിങ്ങനെ വിരിച്ച് കിടത്തും കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ അങ്കത്തട്ടിലേക്ക് കയറും. ആദ്യം കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കലാണ് എൻ്റെ പരിപാടി. പിന്നെ അരി അടുപ്പത്തിടുക. എന്താണ് കറി വെക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പയറും ബീട്രൂട്ടും ഒക്കെ ഇരിപ്പുണ്ട്. എങ്കിൽ പയറും മെഴുക്കുരട്ടിയും വെച്ച് ബീട്രൂട്ട് തോരനും വെക്കാമെന്ന് ഓർത്ത്. അപ്പോഴത്തേക്കിന് എൻ്റെ കുടിക്കാനായിട്ടുള്ള വെള്ളം തിളച്ചു കേട്ടോ. അതിൻ്റെ ഗ്യാസ് ഓഫാക്കി അരി വെന്തോന്ന് നോക്കലാണ് ഈ പ്രോസസ്സിങ്. അപ്പോഴത്തേക്കിന് ഒരു ക്യാരറ്റ് ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ട് അങ്ങനെ ക്യാരറ്റും പയറും കൂടി ഇട്ട് മെഴുക്കുരട്ടിക്കുള്ള അരിഞ്ഞും വെച്ചു, ബീട്രൂട്ട് തോരനും വെച്ചു. ഇത് ഞാൻ പാത്രം കഴുകിയിരിക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുന്ന കേട്ടോ, വൈകുന്നേരങ്ങളിൽ ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തനൂട്ടി അങ്ങ് കരച്ചിൽ തുടങ്ങി. പിന്നെ അവളെ എടുത്ത് ഉറക്കിയതിന് ശേഷം ഉണ്ടായിരുന്ന ഉണക്കമീനെടുത്ത് വെള്ളത്തിലിട്ട്. പിന്നെ ശടപടയെന്നുള്ള എൻ്റെ മാമാങ്ക പരിപാടിയായി കേട്ടോ. വേറൊന്നുമല്ല, കുക്കിംഗ് മാമാങ്കമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് തന്നെ ഒരു ബീട്രൂട്ട് തോരനും സെറ്റാക്കി, പയറും മെഴുക്കുരട്ടിയും വെച്ച് മീനും വറുത്ത്. അങ്ങനെ ഇന്നത്തേക്കുള്ള ഉച്ചയൂണ് റെഡിയായിരിക്കുകയാണ് കേട്ടോ. ഒരു ഉഷാറ് കുളിയും കഴിഞ്ഞിട്ട് വന്ന് ആ പ്ലേറ്റിലേക്ക് അങ്ങ് എല്ലാം സെറ്റ് ചെയ്ത് അച്ചാറും മീൻ വറുത്തതും എല്ലാം കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.